റാമീസ് ലിറ്റിൽ വേൾഡ്. ഇപ്പം എൻ്റെ ചാനൽ എനിക്ക് തന്നെ മറന്ന സ്ഥിതിയാണ്. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇത് ഷൂട്ട് ചെയ്തേക്കാം, യൂട്യൂബിലിടാം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പം നിൽക്കുന്നത് ന്യൂയോർക്കിലാണ്, US ആണ്. സോ ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും. ഓക്കെ, ഫോളോ മീ. അങ്ങനെ അമേരിക്കയിൽ എത്തിയിട്ട് നമ്മൾ നേരെ തല വെച്ച് കൊടുത്തത് ഒരു ഇന്ത്യക്കാരൻ്റെ ടാക്സിയിലാണ്, ഒരു പഞ്ചാബി സിംഗിൻ്റെ. എൻ്റെ പൊന്നോ, അത് അവിടെ തന്നെ ഫസ്റ്റ് നെഗറ്റീവ് അടിച്ചു. ബിക്കോസ് പുള്ളി ഹോർണടിച്ച് എന്താ പറയുക, വഴിയിൽ പോകുന്ന നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു മാനറിസം ആയിരുന്നു. വഴി ഫുള്ള് ഹോർണടിച്ച് ഹിന്ദിയിൽ എല്ലാവരും തെറി പറഞ്ഞ് വെറുപ്പിച്ച് തന്നു. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ഇതുപോലെ അമ്പരചുംബികളായ ബിൽഡിങ്സ് ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എയർബിഎൻബിയിലോട്ട്. ആക്ച്വലി സ്പീക്കിംഗ്, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ രജിസ്റ്റേർഡ് ടാക്സി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഗൈസ്. ഇത് പുള്ളി രജിസ്റ്റേർഡ് ടാക്സി ഡ്രൈവർ ആണ്, പക്ഷേ ഒരു നമ്മൾ ബ്ലാക്കിലാണ് പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പുള്ളി അലമ്പാക്കി $20 കൂടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളത് കൊടുത്തു. അങ്ങനെ നമ്മുടെ എയർബിഎൻബിയിലോട്ട് എത്തി ഗൈസ്. ഇത് നമ്മൾ ബുക്ക് ചെയ്തത് ജേഴ്സി സിറ്റിയിലാണ്, ബിക്കോസ് വി വോണ്ടഡ് ടു സ്റ്റേ ലിറ്റിൽ ക്ലോസ് ബൈ ന്യൂയോർക്ക് സിറ്റി. അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വെറുതെ പൈസ കൊടുക്കേണ്ടി വരും. എവറിത്തിങ് ഈസ് എക്സ്പെൻസീവ് ഇൻ ന്യൂയോർക്ക്, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഈ അക്കോമഡേഷൻ തന്നെ നോട്ട് വെരി ചീപ്പ്. കണ്ടതിൽ വെച്ച് ഭേദപ്പെട്ട ഒരു ലൊക്കേഷൻ, ഭേദപ്പെട്ട ഒരു പൈസയിൽ കിട്ടി, അത് അങ്ങനെ എടുത്തു. അപ്പോൾ സോ സ്റ്റേ ഈസ് വെരി എക്സ്പെൻസീവ് ദേ. നമ്മൾ ദൂരെ പോവുകയാണെങ്കിൽ അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് പൈസയാവും. അപ്പോൾ ചൂസ് വൈസ്ലി. പിന്നെ മാത്രമല്ല, ഇവിടെ ബുക്ക് ചെയ്തതിന് ശേഷം, ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഇന്ത്യൻ ഏരിയ ആണെന്ന്. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, ബിക്കോസ് നമ്മൾ വി പ്ലാൻ ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ടേക്ക് ഫുഡ്. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ ഗ്രോസറി പ്ലസ് റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ വന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ നല്ല ടയേർഡാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ ജെറ്റ് ലാഗ് ഉണ്ട്. യെസ്, നമ്മൾ മോസ്റ്റ്ലി ഗ്രോസറീസ് വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടിട്ട് റൂമിലോട്ട് വരും. ഇപ്പോൾ കുറച്ച് നമ്മൾ ഇന്ത്യൻസിനെ ഫോളോ ചെയ്തിട്ട് അങ്ങ് നടക്കുകയാണ്. ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഈ സ്ട്രീറ്റ് മൊത്തം ഇന്ത്യൻസാണ്. അപ്പോൾ എന്തായാലും അവരോട് ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് എന്തായാലും കാണാം. ഇവരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. മോസ്റ്റ്ലി ദിസ് ഇസ് എന്താ പറയുക, ഒരു ആന്ധ്രാപ്രദേശും ആൻഡ് നോർത്ത് ഇന്ത്യൻസും കൂടുതലുള്ള ഏരിയ ആണ് ജേഴ്സി സിറ്റി. അപ്പോൾ ഇവരൊക്കെ സ്റ്റുഡൻസ് ആണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. അപ്പോൾ ദേ ടുക്ക് us to a nearby അത് ഒരു ഇന്ത്യൻ ഏരിയ ആണ്, ഇന്ത്യൻ സ്ക്വയർ എന്നാണ് അറിയുന്നത്. അവിടെ ഒരു പട്ടേൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പോയി. അവിടെ കിട്ടാത്തത് ഒന്നുമില്ല. അത് ഈ തുളസി അങ്ങനെ എല്ലാം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കിട്ടുന്നതിലും 10 മടങ്ങ് സാധനങ്ങൾ അവിടെ കിട്ടും. ഇത് കണ്ടില്ലേ, പല വെറൈറ്റീസ് ഓഫ് ദോശ ബാറ്റേഴ്സ് ആണ് നാട്ടിൽ കിട്ടുന്നതിനും 10 മടങ്ങ് വെറൈറ്റീസ് ഉണ്ട്. റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം വാസ് മെയ്ഡ് ഈസിയർ ഫോർ us. അങ്ങനെ ഞങ്ങൾക്ക് പാക്ക് ചെയ്യാനും കഴിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. സോ വി ഡിഡ്ന്റ് ടേക്ക് മച്ച് ടൈം ഫോർ കുക്കിംഗ്. അങ്ങനെ ഡെയിലി ഡിലൈറ്റ്സിൻ്റെ ആയാലും ഇവിടെ സ്വീഡനിൽ കാണാത്ത പല സാധനങ്ങൾ അവിടെയുണ്ട്. What you guys are thinking, ഇതൊക്കെ കാണിക്കാനാണോ ഈ വ്ളോഗ് എടുത്തേ എന്നാണോ? ഡെഫിനറ്റ്ലി നോട്ട്. ഞാൻ നിങ്ങൾക്ക് വന്ന ഒരു ആക്രാന്തത്തിൽ, ഇത് കണ്ട സന്തോഷത്തിൽ ഞാൻ അങ്ങനെ ഷെയർ ചെയ്തതാണ്. മോർ എക്സൈറ്റിംഗ് വീഡിയോസ് ആർ കമ്മിങ്, സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് ഏറ്റവും അടുത്തായിട്ടാണ് ജേർണൽ സ്ക്വയർ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ പാത്ത് എടുത്തിട്ടാണ് പോകുന്നത്. പാത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂട്ടർ ട്രെയിൻസിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ട് വി ആർ ഗോയിങ് ടു ലിബർട്ടി സ്റ്റാച്യു സ്റ്റേഷൻ. ഇതാണ് ന്യൂപോർട്ട് സ്റ്റേഷൻ ഗൈസ്. സ്റ്റേഷനൊക്കെ കിടക്കാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഹഡ്സൺ ബർഗൻ ലൈറ്റ് ട്രെയിനിലോട്ട് മാറിയിട്ട് ലിബർട്ടി സ്റ്റേഷനിലേക്ക് പോകണം. ഓക്കെ, സോ ഇതാണ് ഹഡ്സൺ ബർഗൻ ലൈറ്റ് ട്രെയിൽ. അപ്പോൾ ലൈറ്റ് ട്രെയിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാം ആണ്.
ലിബർട്ടി സ്റ്റേഷനിലോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഇത്രയും നേരം ഞാൻ കണ്ടത് മൊത്തം ഇന്ത്യൻസിനെയാണ്. വഴിയെല്ലാം ചോദിച്ചത് നമ്മൾ ഇന്ത്യൻസിൻ്റെ അടുത്താണ്. ഇനി ലിബർട്ടി പോകുമ്പോൾ ചിലപ്പോൾ സായിപ്പന്മാരെ കാണാൻ പറ്റുമായിരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലിബർട്ടി പാർക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഹാഫ് ആൻ അവർ വാക്ക് ഉണ്ട് ടു ദ ലിബർട്ടി സ്റ്റാച്യു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഓഫ് ദ ലിബർട്ടി സ്റ്റാച്യു എക്സ്പ്ലോറിംഗ് വിൽ ബി സൂൺ കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ ആൻഡ് ടാറ്റ ബൈ. സൈനിങ് ഓഫ് ഫ്രം രമ്യ ഷമീർ.